നമസ്കാരം. അമേരിക്കയെ പ്രകോപിപ്പിക്കുന്ന തുടർ നീക്കവുമായി ഇറാൻ മുന്നോട്ട്. ഇസ്രയേൽ അമേരിക്കൻ അംബാസഡർമാരെ പുറത്താക്കുന്ന അറബ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ തടസ്സമില്ലാതെ യാത്രാ സൗകര്യം അനുവദിക്കുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച മുതൽ ഈ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുന്ന രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാൻ അവകാശമുണ്ടെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRIB റിപ്പോർട്ട് ചെയ്തു. കടന്നുപോകുന്ന 21 മൈൽ മാത്രം വീതിയുള്ള ഹോർമൂസ് കടലിടുക്ക് നിലവിൽ യുദ്ധത്തെ തുടർന്ന് അതീവ അപകട സാധ്യതയുള്ള മേഖലയായി മാറിയിരിക്കുകയാണ്. അമേരിക്കയിലും ഇസ്രായേലും ഇറാനുമായി നേരിട്ട് യുദ്ധം തുടങ്ങിയതോടെ ഹോർമൂസ് കടലിടുക്ക് ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിക്കുകയും എണ്ണ ഉൽപ്പാദനം കുറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും കാരണമായി. തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രം സുരക്ഷ ഉറപ്പാക്കുമെന്ന ഇറാന്റെ പുതിയ നിലപാട് ഗൾഫ് രാജ്യങ്ങളെയും യൂറോപ്യൻ രാഷ്ട്രങ്ങളെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അതേസമയം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകൾക്കും വാണിജ്യ കപ്പലുകൾക്കും പേർഷ്യൻ ഗൾഫിൽ സുരക്ഷാ നികുതി ഏർപ്പെടുത്താൻ ഇറാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമൂസ് കടലിടുക്ക് തുറന്നതാണെന്ന് അവകാശപ്പെടുമ്പോഴും അത് പ്രായോഗികമായി തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും അടഞ്ഞ അവസ്ഥയിലാണെന്നും ഇറാൻ വൃത്തങ്ങൾ CNN വ്യക്തമാക്കി. ആഗോള എണ്ണവിലയുടെ നിയന്ത്രണം ഇപ്പോൾ തങ്ങളുടെ കൈപ്പിടിയിലാണെന്നും ട്രംപ് പരാജയം സമ്മതിക്കുന്നതുവരെ ഈ സാമ്പത്തിക പോരാട്ടം തുടരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ അസ്ഥിരമായ ഊർജ്ജ വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് ഇറാന്റെ ശ്രമം. അമേരിക്കൻ സഖ്യകക്ഷികളുടെ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം അന്താരാഷ്ട്ര ചരക്കു നീക്കത്തെയും എണ്ണവിലയെയും ഗുരുതരമായി ബാധിക്കും. തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കാൻ തയ്യാറാകാത്ത കപ്പലുകൾക്ക് മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കാനാവില്ലെന്ന കർശന നിലപാടിലാണ് ഇറാന്റെ പുതിയ നേതൃത്വം. ഈ നീക്കം വരും ദിവസങ്ങളിൽ ലോകമെമ്പാടുമുള്ള പെട്രോൾ, ഡീസൽ വിലകളിൽ വൻ വർധനവിന് കാരണമായേക്കാം. ഇറാനെതിരെ US ഇസ്രായേൽ സഖ്യത്തിന്റെ കടന്നാക്രമണം 10ാം ദിവസം തുടരുമ്പോൾ ആഗോള എണ്ണ വിപണി വൻ പ്രതിസന്ധിയിലാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചത് ക്രൂഡ് ഓയിൽ വിലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ബാരലിന് $65 മുതൽ $67 നിരക്കിലായിരുന്ന ബ്രന്റ് ക്രൂഡ് ഓയിൽ വില നിലവിൽ $116 മുകളിലാണ്. ഇപ്പോഴത്തെ നിലയിൽ ഡോളർ കടന്നാൽ ആഗോള സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാകുമെന്ന ആശങ്കയുണ്ട്. നിലവിൽ ഏകദേശം 2 കോടി ബാരൽ എണ്ണയാണ് ഹോർമൂസ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ എണ്ണ വാതക കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളും ഖത്തറിലെ റാസ് ലഫാൻ LNG പ്ലാന്റിലെ ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവെച്ചതും ഊർജ്ജ വിപണിയിലെ പ്രതിസന്ധി ഇരട്ടിയാക്കി. ലോകത്തെ പ്രകൃതിവാതക വിതരണത്തിന്റെ 20% ഇതോടെ നിലച്ചു. പ്രതിസന്ധി ഏറ്റവും അധികം ബാധിക്കുന്നത് ഇന്ത്യ, ചൈന തുടങ്ങിയ ഇറക്കുമതി ആശ്രയിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളെയാണ്. ഇന്ത്യ എണ്ണ ആവശ്യത്തിന്റെ വലിയൊരു വിഭാഗം പശ്ചിമേഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്. എണ്ണവിലയിൽ ഉണ്ടാകുന്ന ഓരോ 10% വർധനവും രാജ്യത്തെ പണപ്പെരുപ്പത്തിൽ 0.2% വർധനവിന് കാരണമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. US വിപണിയിലും വിലക്കയറ്റം രൂക്ഷമാണ്.